മോസ്റ്റി എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഷീജ എപ്പോഴും ഉള്ളത്. അപ്പം ഷീജനെ ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ മെയിൻ ഏരിയ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഷീജനെ പിക്ക് ചെയ്ത് ഏകദേശം നമ്മൾ വരാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് വീട്ടിൽ നിന്ന് ലഞ്ച് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കണം. അപ്പോൾ അത് കഴിക്കാൻ നല്ലൊരു പ്ലേസ് നോക്കിയിട്ട് നടക്കണം. അപ്പം ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇതേപോലെ ഈ മൂന്നാർ റൂട്ടിന് പോകുമ്പം അധികം ഇതേപോലത്തെ ഏതെങ്കിലും ഒരു സൈഡിൽ സേഫായിട്ടുള്ള സൈഡിൽ നിർത്തിയിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങനെ ഫുഡ് എടുത്തിട്ട് പോകാറുണ്ട്. അതേപോലെ ഇവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് വണ്ടി കയറ്റിയിട്ട് കഴിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് നോക്കിയിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡിലോട്ട് പോകും കേട്ടോ. നമ്മൾ ഇച്ചിരി കൂടി ഉള്ളോട്ട് പോയപ്പോൾ നമുക്ക് സേഫായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ എപ്പോഴും ഇങ്ങനെ വൺ ഡേ ഒക്കെ പോകുമ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഉച്ചക്കത്തെ ലഞ്ചൊക്കെ എടുത്തിട്ട് പോകലാണ്. ഞങ്ങളധികം അങ്ങനെയാണ്. കാരണം നമുക്ക് സേഫാണ്, ഫുഡ് സേഫാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല, ഹാപ്പി ആയിട്ട് പോയി വരാൻ പറ്റും. പിന്നെ ഞങ്ങളിങ്ങനെ ഫുഡ് കൊണ്ടുപോകുന്ന ദിവസം ഞങ്ങളെ കാറിൻ്റെ ഡിക്കിൻ്റെ ഭാഗം ഞങ്ങൾ ഡൈനിങ് ടേബിൾ ആക്കാറുണ്ട്. അത്യാവശ്യം കറികളുണ്ട് കേട്ടോ. 2 ഫാമിലി അല്ലേ. അപ്പം അവളും കുറച്ച് കറികൾ കൊണ്ടുപോകും, ഞാനും ചോറും 2 ഐറ്റം കറികളൊക്കെ ഞാനും ഉണ്ടാക്കി കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ മുട്ടക്കറി ഉണ്ട്, തോരനുണ്ട്, പിന്നെന്താ നമ്മുടെ താളും കപ്പക്കറിയുണ്ട്, ചോറ്, മോര്. പിന്നെ നമ്മളിങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ വേസ്റ്റൊന്നും നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഇടാതെ വരെ തിരിച്ച് കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും തട്ടേക്കാട്ടേക്ക് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു കേട്ടോ അവിടുന്ന്. അപ്പം നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡിൽ എത്തിയിട്ടുണ്ട്. തട്ടേക്കാടാണ് കേട്ടോ അത് സ്ഥലം. എറണാകുളം തട്ടേക്കാടാണ്. അപ്പോൾ ആ ഭാഗത്താണ് ആ സ്ഥലം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഇവിടെ ഒരു ചെറിയ പുഴ ഇതിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ തട്ടേക്കാടുള്ള മിനി സ്വിറ്റ്സർലാൻഡ്. പിന്നെ ഇവിടെ ഒരു മതിലുണ്ട്, അതിൻ്റെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി പോകണം. അവിടെ ഒരു പുഴ ഉള്ളതുകൊണ്ട് അവിടുന്ന് വെള്ളം കയറുന്ന സ്ഥലമാണ് ഇതെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനായിട്ട് അവിടെ ഒരു കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിടിച്ചിട്ട് വരുന്നവർ നന്നായിട്ട് സേഫായിട്ട് ഇറങ്ങി പോകാൻ നോക്കുക. പിന്നെ ഒരുപാട് ആൾക്കാർ റീൽസും അങ്ങനെയൊക്കെ കണ്ടിട്ട് വന്നതാണ്. ഇവിടെയുള്ള പകുതി മുക്കാൽ ആൾക്കാരും അങ്ങനെ വന്നതാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം എന്തായാലും ഞങ്ങൾ അതിസാഹസികമായിട്ട് ആ ഇറക്കം എന്നുള്ള ആ സംഭവം അതിസാഹസികമായിട്ട് ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അപ്പുറത്തോട്ട് കിടക്കാനായിട്ട് നമ്മൾ പണ്ടത്തെ രീതിയിലുള്ള ഒരു തെങ്ങ് 4 പീസാക്കിയിട്ട്, തെങ്ങാണോ കവുങ്ങാണോ എന്നറിയില്ല, 4 പീസാക്കിയിട്ട്, ഇത് പനയാണ് തോന്നുന്നു, 4 പീസാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അപ്പുറത്തോട്ട് കിടക്കണം. എന്നിട്ട് ഇച്ചിരി അങ്ങോട്ട് ആ മൈതാനത്ത് കൂടി അങ്ങോട്ട് നടന്ന് ആറാടിക്കൊള്ളുക. വേറൊന്നും കൂടെ പ്രത്യേകമായിട്ട് ചെയ്യാനില്ല. പിന്നെ ഇവിടെ മഴ പെയ്യുന്ന ടൈമിൽ നന്നായിട്ട് ആ മതിൽ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന മതിലിൻ്റെ ഒപ്പം വെള്ളം വരുമെന്നാണ് പറഞ്ഞത്. അതേപോലെ അവിടെ പുഴയിൽ വെള്ളം കയറുന്ന ടൈമിലൊക്കെ ഇങ്ങോട്ട് വെള്ളം കയറും. അത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഗ്രൗണ്ട് മാതിരി പുല്ലൊക്കെ നിറഞ്ഞ് ഇതേപോലെ ആവും. അപ്പോൾ ഈ ഒരു സീസണിൽ ഇതേപോലെ ആൾക്കാർ ഇവിടെ വരുന്നതാണ് പറഞ്ഞത്. ഒരുവിധ ആൾക്കാരൊക്കെ റീൽസൊക്കെ കണ്ട് അങ്ങനെയൊക്കെ വരുന്നവരാണ്. ഈ നാട്ടുകാരും ഈ പരിസരത്ത് ഇല്ല. സത്യം പറഞ്ഞാൽ കൂടുതൽ എറണാകുളം, പെരുമ്പാവൂർ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഈ പിള്ളേർ ഭ്രാന്ത് പിടിച്ചിട്ട് കാണാൻ പോകണമെന്ന് പറഞ്ഞ് വന്ന ആൾക്കാരാണ് അവിടെ അധികം ഉള്ളത്. പിന്നെ കോളേജ് പിള്ളേരുകളുണ്ട് കേട്ടോ. ആ കാടിൻ്റെ അതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഒരുപാട് കോളേജ് പിള്ളേരുകൾ ഇരിക്കുന്നുണ്ട്. വേറെ പ്രത്യേകമായിട്ടൊന്നും ഇവിടെ കാണാനില്ല. വൈബടിച്ചിരിക്കാം.
കണ്ടിട്ട് വരാൻ നിൽക്കണ്ട, അതിന് മാത്രം ഒന്നുമില്ല. ഇവിടെ ഇച്ചിരി പച്ചപ്പുണ്ട്, വെള്ളം കയറുന്ന സ്ഥലമാണ്, അതുകൊണ്ട് പുല്ല് ലേശം മുളച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ വന്ന മുക്കാൽ ആൾക്കാരും വീഡിയോ കണ്ടിട്ട് വന്നവരാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഞങ്ങളവിടെ അങ്ങനത്തെ മൈതാനുണ്ട്, നിങ്ങളവിടെ ഇങ്ങനത്തെ മൈതാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നിസലും പറഞ്ഞു അവരവിടെ എന്തൊക്കെയോ മൈതാനുണ്ട്, ഇതേപോലത്തെ അവിടെ പോയാൽ മതിയായിരുന്നു എന്നൊക്കെ. അപ്പോൾ ആരും വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. പക്ഷെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ ഇച്ചിരി പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് നടക്കും. എന്തായാലും ഞാൻ 2 വീഡിയോ 2 3 ആയതിൽ ഞാൻ ഖേദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും പരിപാടി തഴഞ്ഞ സ്ഥിതിക്ക് എവിടെയെങ്കിലൊക്കെ ഒന്ന് അള്ളി പിടിച്ച് കയറി ആ കാടിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ട് വരാം. ഇനിയിപ്പോൾ അതന്നെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവിടെ വല്ല കടുവയോ പുലിയോ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. അപ്പം മഴ വരുന്നുണ്ട്, അപ്പോഴത്തേനും ഞങ്ങൾ ഇവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. അപ്പം വീഡിയോസൊന്നും കണ്ടിട്ട് റീൽസൊന്നും കണ്ടിട്ട് ആരും വരാൻ നിൽക്കണ്ട, കാര്യമായിട്ടൊന്നുമില്ല അവിടെ കാണാൻ. ഇത് വെള്ളം കയറുന്ന സ്ഥലമായതുകൊണ്ട് പച്ച കളറിൽ ഇങ്ങനെ പുല്ല് മുളച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളൂ, വേറെ ഒന്നും ഇവിടെ ഇല്ല കാണാൻ. എന്തായാലും മഴയും കിട്ടി, സ്വിറ്റ്സർലാൻഡും കിട്ടി. ഇനി അടുത്ത ദിവസം എങ്ങോട്ടാണ് നമ്മൾ എടുക്കുന്നത്? ഇവിടെ വന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഒരഭിപ്രായമില്ല. ഇനി എങ്ങോട്ടാ അടുത്തത്? അപ്പം മഴയൊക്കെ പെയ്തപ്പോ ഞങ്ങള് തിരിച്ചു പോവാണ്. വെറുതെ ഒരു ഡ്രൈവ്, അത്രേ ഇപ്പം ഉണ്ടായുള്ളൂ. ഷീജ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ബേസിക്കലി നമ്മുടെ എല്ലാ ട്രിപ്പ് അടിപൊളിയാണ്. പക്ഷേ ഈ ട്രിപ്പ് കുഴപ്പമില്ല, അത്രക്ക് നേരത്തില്ലെങ്കിലും ഒരു ഹാഫ് ഡേ ട്രിപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല. സാലി എങ്ങനെയുണ്ട്? കാണാനില്ല. എന്താ നിച്ചുവിന്റെ അഭിപ്രായം? ഒരഭിപ്രായം ഇല്ലാത്ത ആളാണ് നിസല്. ഒക്കെ ഓക്കെയാണ്. എന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാല് റീൽസിൽ കാണുന്ന അത്ര ഒന്നുമില്ല. റീൽസ് ഒക്കെ കണ്ടിട്ട് വലിയ സംഭവമാന്ന് വിചാരിച്ചിട്ട് ആരും വരാൻ നിക്കണ്ട. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ടെൻഷൻ മാറ്റി ഇച്ചിരി അങ്ങോട്ട് എത്തിയിട്ട് ഞങ്ങൾ നല്ലൊരു ചായയും പരിപാടിയൊക്കെ കഴിക്കുന്നതായിരിക്കും. പോരെ? അപ്പം ഞങ്ങളെ പ്ലാൻ എ തേഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ പ്ലാൻ ബിയിലോട്ട് മാറ്റി. എന്തായാലും തൃശ്ശൂർ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ച്. ഗോഡ്ബി നാട്ടിൽ വരുന്നുണ്ടെന്ന് തന്നെ, അപ്പോൾ അവനെ പിക്ക് ചെയ്യാനാണ് പ്ലാന്. പിന്നെ അവിടുന്ന് ഇനി പ്ലാൻ മാറുമെന്നുള്ളത് അറിയില്ല. എന്തായാലും ഞങ്ങൾ തൃശ്ശൂർക്ക് തിരിച്ചിട്ടുണ്ട്. നല്ല ബ്ലോക്കാണ്, അടിപൊളി ബ്ലോക്കാണ്. അപ്പം അങ്ങനെ നല്ല ബ്ലോക്കും മഴയൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ഗോഡ്വിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോഡ്വി അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയി അവനെ പിക്ക് ചെയ്ത് അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ റിട്ടേൺ വരും കേട്ടോ. ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയപ്പം ഒരു 8 മണി ആയിട്ടുണ്ട് അവനെ പിക്ക് ചെയ്യുക അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഫുഡ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തന്നെ സൂഫി മന്തി കഴിച്ചിട്ടാണ് വന്നത് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് സൂഫി മന്തിയിൽ കയറി കേട്ടോ. അപ്പം ഞങ്ങൾ മന്തിയാണ് എന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. 12 മണിയായപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവർ പെരുമ്പാവൂരാക്കി, അവരെന്തായാലും പെരുമ്പാവൂരാക്കി സാലിൻ്റെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന്. നല്ല മഴയായിരുന്നു, ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.